ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള വസ്തു എന്താണ്? ഒരുപക്ഷെ അതൊരു ഇരുണ്ട മുറിയാകാം, അല്ലെങ്കിൽ പാമ്പുകളാകാം, അതുമല്ലെങ്കിൽ മരണമാകാം. എന്നാൽ വെറും ഒരു പാവ നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു കുഞ്ഞിനെ പോലെ കാണപ്പെടുന്ന നിഷ്കളങ്കമായ കണ്ണുകളുള്ള ഒരു പാവ. സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള മരത്തിൽ തീർത്ത ഭീകരമായ മുഖമുള്ള പാവയല്ല അന്നാബെൽ. യഥാർത്ഥ അന്നാബെൽ വളരെ ഭംഗിയുള്ള തുണി കൊണ്ടുണ്ടാക്കിയ ഒരു സാധാരണ റാഗ്ഡി ആൻഡ് പാവയാണ്. പക്ഷേ ആ ഭംഗിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സാക്ഷാൽ പിശാചിന്റെ ക്രൂരമായ മുഖമാണ്. മനുഷ്യരക്തത്തിനായി നമ്മൾ സംസാരിക്കുന്ന ആത്മാക്കളെ പൈശാചിക ശക്തി. മറിച്ച് കണക്കട്ടിലെ മോൺട്രോ എന്ന സ്ഥലത്തുള്ള എഡ് ആൻഡ് ലോറൻ ബാരന്റെ മിസ്റ്റിക്കൽ മ്യൂസിയത്തിൽ ഇന്നും ജീവനോടെ ഇരിക്കുന്ന ഒരു സത്യത്തെക്കുറിച്ചാണ്. പലരും അതിനെ പരിഹസിച്ചു, പലരും അതിനെ ഒരു തമാശയായി കരുതി. എന്നാൽ ആ തമാശ അവരുടെ ജീവൻ തന്നെ എടുത്ത കഥകൾ നിങ്ങൾക്കറിയാമോ? ഞാൻ ഈ കഥ പറയുന്ന ഓരോ സെക്കൻഡിലും നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നിർജ്ജീവമായ വസ്തുക്കളെ പോലും നിങ്ങൾ പേടിയോടെ നോക്കാൻ തുടങ്ങും. അന്നാബെല്ലിൻ്റെ പേടിപ്പെടുത്തുന്ന ചരിത്രം ഇവിടെ തുടങ്ങുന്നു. വർഷം 1970. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ഡോണ. ഒരു ജന്മദിനത്തിന് അവളുടെ അമ്മ അവൾക്ക് സമ്മാനമായി നൽകിയത് ഈ റാഗ്ഡി ആൻഡ് പാവയായിരുന്നു. ഡോണയും അവളുടെ കൂട്ടുകാരി ആഞ്ചിയും താമസിച്ചിരുന്ന ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് ആ പാവയെ അവർ കൊണ്ടുപോയി. അവർ കരുതിയില്ല അതൊരു പാവയായിരുന്നു എന്ന്, മറിച്ച് നരകത്തിലേക്കുള്ള ഒരു വാതിലായിരുന്നു. ആദ്യമൊക്കെ എല്ലാം സാധാരണമായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ പാവ അതിൻ്റെ സ്ഥാനം മാറാൻ തുടങ്ങി. രാവിലെ ബെഡിൽ വെച്ചു പോകുന്ന പാവ വൈകുന്നേരം വരുമ്പോൾ ലിവിംഗ് റൂമിലെ സോഫയിലിരിക്കും. ചിലപ്പോൾ കൈകൾ കെട്ടിയിട്ട നിലയിലായിരിക്കും, മറ്റു ചിലപ്പോൾ കാലിന്മേൽ കാൽ വെച്ച് ഇരിക്കുന്നതായി ഡോണ കണ്ടു. ഡോണയും ആഞ്ചിയും കരുതി ആരെങ്കിലും അവരെ പറ്റിക്കാൻ ചെയ്യുന്നതാണെന്ന്. എന്നാൽ കാര്യങ്ങൾ അവിടെ ഒന്നും അവസാനിച്ചില്ല. ഒരു ദിവസം ഡോണ വീട്ടിൽ വരുമ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. പാവ അവളുടെ ബെഡ്റൂമിലെ തറയിൽ മുട്ടുകുത്തി നിൽക്കുന്നു. ഒരു തുണിപ്പാവയ്ക്ക് എങ്ങനെ തനിയെ മുട്ടുകുത്താൻ കഴിയും? അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ഈ പാവയ്ക്കുള്ളിൽ എന്തോ ഒന്നുണ്ട്. ഒരു ദിവസം അവർ കണ്ടു, പാവയുടെ കൈകളിലും നെഞ്ചിലും രക്തം പോലെ ചുവന്ന ഒരു ദ്രാവകം. ആരും അത് തൊട്ടിരുന്നില്ല, ആരും അത് ചെയ്തിരുന്നില്ല. അത് പാവയിൽ നിന്നും തനിയെ വന്നതായിരുന്നു. പേടിച്ചുപോയ ആ പെൺകുട്ടികൾ ഒരു മാന്ത്രികനെ സമീപിച്ചു. ഒരു പ്ലഞ്ചറ്റ് വഴി പാവയുമായി സംസാരിക്കാൻ അവർ തീരുമാനിച്ചു. ആ ഇരുണ്ട മുറിയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ആ മാന്ത്രികൻ പാവയോട് സംസാരിച്ചു. അപ്പോഴാണ് ആ സത്യം വെളിപ്പെട്ടത്. ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച അന്നാബെൽ എന്ന 7 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് താനെന്ന് പാവ അവർക്ക് എഴുതി കാണിച്ചു. ആ ആത്മാവ് വളരെ സങ്കടത്തിലായിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കണം, എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം. പാപം തോന്നിയ ഡോണയും ആഞ്ചിയും ആ കുട്ടിയുടെ ആത്മാവിന് പാവയ്ക്കുള്ളിൽ വസിക്കാൻ അനുവാദം നൽകി. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പൈശാചിക ശാസ്ത്രത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഒരു പിശാചിന് ഒരു വീട്ടിൽ പ്രവേശിക്കാൻ മനുഷ്യന്റെ അനുവാദം ആവശ്യമാണ്. ആ നിഷ്കളങ്കരായ പെൺകുട്ടികൾ ഒരു കുട്ടിയുടെ ആത്മാവെന്ന് കരുതി സാക്ഷാൽ പിശാചിന് തങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കാൻ വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. ഡോണയുടെയും ആഞ്ചിയുടെയും സുഹൃത്തായിരുന്നു ലു. അവന് ആ പാവയെ തുടക്കം മുതലേ പേടിയായിരുന്നു. അത് ഒരു കുട്ടിയുടെ ആത്മാവല്ല, മറിച്ച് എന്തോ ഒരു തിന്മയാണെന്ന് അവൻ വിശ്വസിച്ചു. ഒരു രാത്രിയിൽ ലു ആ അപ്പാർട്ട്മെന്റിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് നെഞ്ചിൽ വലിയൊരു ഭാരം അനുഭവപ്പെട്ട് അവൻ ഉണർന്നു. ശ്വാസം മുട്ടുന്നു, കാലുകൾ അനക്കാൻ കഴിയുന്നില്ല. അവൻ നോക്കിയപ്പോൾ കണ്ടത് അവന്റെ നെഞ്ചിലിരിക്കുന്ന അന്നാബെൽ പാവയെയാണ്. പാവ അവന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ച് അവനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ ബോധരഹിതനായി.
പിറ്റേന്ന് ആ വീട് പരിശോധിക്കുന്നതിനിടെ ലുവിനെ ആരോ ആക്രമിച്ചു. ആ മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ നെഞ്ചിൽ ആഴത്തിലുള്ള 7 നഖപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് വളരെ ക്രൂരമായ ഒരു ആക്രമണമായിരുന്നു. അതൊരു മനുഷ്യന്റേതല്ലായിരുന്നു, മൃഗീയമായ എന്തോ ഒന്നായിരുന്നു അത്. ഒടുവിൽ സഹായത്തിനായി പ്രശസ്തരായ എഡ് വാരനെയും ലോറൻ വാരനെയും വിളിച്ചു. എഡ് ഒരു ഡെമണോളജിസ്റ്റും ലോറൻ ഒരു ക്ലെയർവോയിറ്റുമാണ്. എന്നാൽ ദിവ്യദൃഷ്ടി ഉള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ആ വീട്ടിലെത്തി. ആ പാവയെ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ലോറൻ പറഞ്ഞു, ഈ പാവയിലുള്ളത് ഒരു കുട്ടിയുടെ ആത്മാവല്ല, മറിച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ, ചതിക്കാൻ വേണ്ടി രൂപം മാറിയ ഒരു പിശാചാണ്. ആ പിശാച് ഡോണയുടെ ആത്മാവിനെയാണ് കൊതിക്കുന്നത്. ഏഡ് വാരൻ ഒരു പുരോഹിതനെ വിളിച്ച് ആ വീട് വിശുദ്ധ ജലം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചു. അവർ ആ പാവയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ അവർ കരുതിയില്ല അതൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നുവെന്ന്. എഡ് വാരൻ ആ പാവയെ സ്വന്തം കാറിൽ കയറ്റി. പാവയെ കൊണ്ടുപോകുമ്പോൾ വാരൻ ദമ്പതികൾക്ക് മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നു. കാറിന്റെ ബ്രേക്കുകളും സ്റ്റിയറിംഗും ആ പാവയുടെ നിയന്ത്രണത്തിലായി. പലതവണ അവർ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എഡ് വാരൻ കാർ നിർത്തി. പാവയുടെ മേൽ വിശുദ്ധ ജലം തളിച്ച ശേഷം മാത്രമാണ് അവർക്ക് യാത്ര തുടരാനായത്. അവർ ആ പാവയെ തങ്ങളുടെ മ്യൂസിയത്തിലെ ഒരു പ്രത്യേക ഗ്ലാസ് ബോക്സിനുള്ളിൽ അടച്ചുപൂട്ടി. ഇന്നും ആ പാവ അവിടെയുണ്ട്. ആ ബോക്സിന് പുറത്ത് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരിക്കലും ഇത് തുറക്കരുത്. പലരും ഈ താക്കീതിനെ അവഗണിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു യുവാവ് ആ മ്യൂസിയത്തിൽ വന്നു. അവൻ പാവയെ പരിഹസിച്ചു. നിനക്ക് എന്നെ തൊടാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഗ്ലാസിൽ തട്ടി. തിരിച്ചു പോകുന്ന വഴിയിൽ അവൻ്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഒരു മരത്തിലിടിക്കുകയും അവൻ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. മറ്റൊരു സ്ത്രീ മ്യൂസിയം കാണാൻ വന്നപ്പോൾ ആ പാവയെ തൊടാൻ ശ്രമിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് വിചിത്രമായ ഒരു രോഗം വരികയും അവരുടെ ശരീരം തളർന്നു പോവുകയും ചെയ്തു. ഇതെല്ലാം വെറും യാദൃശ്ചികതയാണോ, അതോ അനാബെലിന്റെ ശാപമോ? വാരൻ മ്യൂസിയത്തിൽ ജോലി ചെയ്തിരുന്നവർ ഇന്നും പറയുന്നത് ആ ബോക്സിനുള്ളിലെ പാവ ചിലപ്പോൾ കണ്ണുകൾ ഇറുക്കി അടയ്ക്കാറുണ്ടെന്നാണ്. അനാബൽ ഇപ്പോഴും അവിടെയുണ്ട്. കണക്കട്ടിലെ ആ ഇരുണ്ട മ്യൂസിയത്തിൽ ഒരു ഗ്ലാസ് ബോക്സിനുള്ളിൽ അവൾ ശാന്തയായിരിക്കുന്നു. പുറത്ത് തുറക്കരുത് എന്ന ബോർഡും നോക്കി അവൾ ചിരിക്കുന്നുണ്ടാകാം. പലരും കരുതാറുണ്ട് പിശാചുക്കൾ സിനിമകളിൽ മാത്രമാണുള്ളതെന്ന്. എന്നാൽ അനാബൽ നമുക്ക് നൽകുന്ന ഒരു താക്കീതാണത്. നമ്മൾ കാണാത്തൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ടെന്ന്. അടുത്ത തവണ നിങ്ങളൊരു പാവയെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഇരുണ്ട കോണിൽ ഒരു പാവ ഇരിക്കുന്നത് കാണുമ്പോൾ ഒന്നോർക്കുക, അതിൻ്റെ കണ്ണുകൾ നിങ്ങളെ തന്നെയാണോ നോക്കുന്നതെന്ന്. കാരണം ചിലപ്പോൾ അനാബൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അടുത്ത ഒരു കുടുംബത്തെ, അടുത്ത ഒരു ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനായി. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള വാതിലുകൾ തനിയെ അടഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം അനാബൽ ഇപ്പോഴും നമ്മളെ നോക്കുന്നുണ്ട്. Yeah.